നമസ്കാരം, ന്യൂസിലേക്ക് സ്വാഗതം. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി കുളത്തൂപ്പുഴ ശാഖയുടെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ദിനാഘോഷവും പൊതുസമ്മേളനവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു. കുളത്തൂപ്പുഴ YMCA ഹാളിൽ ചേർന്ന കുടുംബ സംഗമത്തിൽ ശാഖാ പ്രസിഡന്റ് RS സജീവ് അധ്യക്ഷത വഹിച്ചു. ശാഖാ സെക്രട്ടറി R അനിൽകുമാർ അമ്പാടി സ്വാഗതം പറയുകയും കൊല്ലം ജില്ലാ സെക്രട്ടറി മാങ്കോട് സുരേന്ദ്രൻ ഉദ്ഘാടനവും താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ലിജു ആലുവിള വിശ്വകർമ്മദിന സന്ദേശവും നൽകി. രക്ഷാധികാരി N വാസുദേവൻ, മഹിളാ സമാജം അംഗങ്ങളായ ശാരദ വാസുദേവൻ, പ്രസന്ന കൃഷ്ണൻ, ബിന്ദു ശിവദാസൻ, മഞ്ജു സത്യൻ എന്നിവർ സംസാരിച്ചു. പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ സമിതി അംഗങ്ങളുടെ മക്കളെയും മുൻ സമിതി ഭാരവാഹികളെയും ചടങ്ങിൽ ആദരിക്കുകയും ഓണസദ്യ നടത്തുകയും ചെയ്തു. ഞാൻ കൂടി ചെയർമാനാണെങ്കിൽ പോലും നമ്മുടെ പ്രസിഡന്റ് സജീവാണ്. അദ്ദേഹം ഈ പരിപാടിയുടെ നയിക്കുന്ന അധ്യക്ഷൻ കൂടിയാണ്. നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളെ നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ 2014 തന്നെ നമ്മൾ ഒരു ചെറിയ ബൈലോ നമ്മൾ പാസ്സാക്കി. ആ 2014 സമ്പർക്കം നടത്തിയ വീടുകളിലെല്ലാം നമ്മൾ കൊടുക്കുകയാണ്. അപ്പം അതിൻ്റെ ഫലം കാണാത്തതിന് പകരം രണ്ടാമത് അതേ ബൈബിൾ തന്നെ വീണ്ടും ഒന്നും കൂടി പ്രസിദ്ധീകരിക്കാനുള്ള തീരുമാനം കഴിഞ്ഞ പൊതുയോഗത്തിലുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഏകദേശം 100-110 കുടുംബങ്ങളോളം നമ്മൾ സമ്പർക്കം കഴിഞ്ഞു. ബാക്കിയുള്ള എത്തിച്ചേരാൻ നമുക്ക് സാധിക്കില്ല. അതിലൂടെ കാണാൻ ലക്ഷ്യം സംഘടനയെ ശക്തിപ്പെടുത്തുക, വിഘടിച്ച് മാറി നിൽക്കുന്നവരെ ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യമോടുകൂടിയാണ് നമ്മൾ അങ്ങനെ സംവിധാനത്തിലേക്ക്. വർഷത്തെ പഴക്കം എനിക്ക് ഈ ശാഖയുമായി ബന്ധമുണ്ട്. കാര്യം കേരള വിശ്വകർമ്മ സഭ എന്ന സംഘടനയിൽ ഈ ശാഖ പ്രവർത്തിക്കുന്ന സമയത്ത് ഞാൻ കേരള വിശ്വകർമ്മ സഭയുടെ ട്രഡീഷണൽ ആർട്ടിസാൻസ് യൂണിയന്റെ പുനലൂർ താലൂക്ക് സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഈ ശാഖയിൽ ഒട്ടനവധി ശാഖായോഗങ്ങൾ, അതെല്ലാം ഉപരി നമ്മുടെ കേരളത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ മേഖലകൾ തിരിച്ച് യോഗങ്ങൾ നടക്കുന്ന ഒരു പ്രദേശത്തെ ഒരു ശാഖ കുളത്തൂപ്പുഴ ശാഖ എന്നുള്ളത് തന്നെ. അതിനുശേഷം ആ സംഘടനയുടെ പ്രവർത്തനങ്ങൾ ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് ഞാൻ കേരളത്തിലെ വിശ്വകർമ്മയുടെ ഏക സംഘടന, അവരുടെ സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ പങ്കുചേരുന്ന സംഘടനയിൽ പ്രവർത്തിക്കണം എന്ന് ആലോചിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അങ്ങനെ വിശ്വകർമ്മ സർവീസ് സൊസൈറ്റിയിലേക്ക് ചേർന്നു. ആ സമയത്ത് കുളത്തൂപ്പുഴയിലെ ശാഖയുടെ പ്രവർത്തനങ്ങൾ നിലച്ചുപോയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ ഞാൻ സജീവമായി ബന്ധപ്പെട്ടുകൊണ്ട് കുളത്തൂപ്പുഴയിൽ നമുക്ക് വിശ്വകർമ്മ സർവീസ് സൊസൈറ്റിയോട് ശാഖ രൂപീകരിക്കണം എന്ന് സജീവനെ ഓർമ്മപ്പെടുത്തി. അങ്ങനെ പുനലൂർ താലൂക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ ഈ ശാഖ പഴയ നമ്പറുകൾ തന്നെ നിലനിർത്തുവാനെ കൊണ്ട് ഈ ശാഖയുടെ ഭാഗമായിരുന്ന സജീവ് അടക്കമുള്ള നേതാക്കന്മാരെ എന്നെ ശുപാർശയും ഞാനത് നമ്മുടെ പുനലൂർ താലൂക്കിലെ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ നമ്പറുകൾ നിലനിർത്തിക്കൊണ്ട് വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന സംഘടന കുളത്തൂപ്പുഴയിൽ രൂപീകരിക്കുന്നതിന് വളരെ ആത്മാർത്ഥമായ രീതിയിൽ നിങ്ങളോടൊപ്പം നിങ്ങൾ പണിപ്പെട്ട ഒരാളാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. വിശ്വകർമ്മജനായി ഈ സമൂഹത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ സമൂഹത്തിന് നൽകേണ്ട ഏറ്റവും വലിയ വിശ്വകർമ്മ ദിന സന്ദേശം. നമ്മുടെ തൊഴിലുകളെക്കുറിച്ച് 5 തൊഴിലുകളെക്കുറിച്ച് പറഞ്ഞു. ഇന്ന് ആ 5 തൊഴിലുകൾ ചെയ്യുന്ന ആളുകൾ എത്രയായി പരിമിതപ്പെട്ടു എന്ന് നിങ്ങൾ മനസ്സിലാക്കി. നമ്മളിൽ പല ആളുകളും ഈ തൊഴിലെടുക്കാത്ത ആളുകളാണ്. ഞാൻ ഈ തൊഴിലെടുക്കുന്നില്ല. തൊഴിലിൻ്റെ മോശം കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണവശാലോ ഇതിൽ പഠിക്കാനുള്ള പ്രാവീണ്യക്കുറവോ ഒന്നുമല്ല. ഞാൻ ഈ തൊഴിൽ പഠിച്ച ആളാണ്.
ഞാൻ പഠിച്ചത് സ്വർണ്ണപ്പണിയാണ് പഠിച്ചത്. എൻ്റെ പിതാവ് ഈ ജോലി ചെയ്തിരുന്ന ആളാണ്. പക്ഷേ ഞാനോ എൻ്റെ മക്കളോ ഒന്നും ഈ തൊഴിൽ ചെയ്തു പോകുന്നില്ല. അതുപോലെ തന്നെ മറ്റ് പണികളിൽ ഏർപ്പെട്ടിരിക്കുന്ന കുലത്തൊഴിലുകൾ കൈകാര്യം ചെയ്തിരുന്ന ആളുകളുടെ എല്ലാം സന്തതി പരമ്പരകൾ ഈ തൊഴിലുമായി ബന്ധപ്പെട്ട് ഈ സമൂഹത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. സമൂഹം എന്നും തൊഴിലാളി വർഗമാണ്. നമ്മൾ തൊഴിലാളികളാണ്. ഈ നാടിനെ, ഈ ലോകത്തെ സേവിക്കുന്നതിന് വേണ്ടി ഭൂമിയിൽ ആദ്യമായി ശില്പി സമൂഹത്തിൻ്റെ ചുമതല ഏറ്റെടുത്ത് നടത്തണമെന്ന് ദൈവിക ദൃഷ്ടിയോട് നമ്മെ ഏൽപ്പിച്ചത് നമ്മുടെ സൃഷ്ടികർത്താവ് വിശ്വകർമ്മയോട് പറഞ്ഞത്. ഭഗവാൻ വിശ്വകർമാവ് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് ഭൂമിയിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ നിങ്ങൾക്ക് ത്യാഗങ്ങൾ സഹിക്കാൻ കഴിയും, എന്തൊക്കെ പുരോഗതി ഉണ്ടാക്കാൻ കഴിയും, എന്തെല്ലാം അവർക്ക് വേണം. ഭൂമി ഉണ്ടായപ്പോൾ വീടില്ലായിരുന്നു, കിണറില്ലായിരുന്നു, ഈ കാണപ്പെടുന്ന യാതൊന്നും ഭൂമിയിലില്ലായിരുന്നു. ഇതൊക്കെയും വിശ്വകർമ്മ തൊഴിലാളികളുടെ കരവിരുത്. ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ ശരത്ത് കുളത്തൂപ്പുഴ.